ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ന്യൂസ് 3യിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സമയം അധികം കളയുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മൾക്ക് അതിഥികൾ ഉണ്ടെന്ന്. ആ അതിഥികൾ ആരാണെന്ന് അറിയാനായിരിക്കും പ്രേക്ഷകർ എന്തായാലും ഇപ്പോൾ ന്യൂസ് 8ന് മുൻപിൽ ഇരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അത് മറ്റാരുമല്ല, ഉണ്ണി മുകുന്ദനും നിഖില വിമലും പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഇനി വരാനിരിക്കുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമ. വിനയ് ഗോവിന്ദാണ് സിനിമയുടെ സംവിധാനം. എന്തായാലും ഈ മാസം 21-ന് സിനിമ തിയേറ്ററുകളിൽ എത്തുകയാണ്. ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ ഫറാസ് ഷിബിലയും എത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് ന്യൂസ് 3യിൽ നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത് മറ്റാരുമല്ല, പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം നിഖില വിമലും ഫറാസ് ഷിബിലയുമാണ്. ഇരുവരെയും സ്വാഗതം ചെയ്യുകയാണ് ന്യൂസ് 18-ലേക്കൊപ്പം ന്യൂസ് 3യിലേക്ക്. എന്തായാലും നിഖില, ഫറ, ഞങ്ങൾ പ്രേക്ഷകർ നിങ്ങളെ ആദ്യമായിട്ട് ഒരുമിച്ച് കാണുന്നത് എനിക്ക് തോന്നുന്നത് ലവ് 24x7 എന്ന ഒരു ചിത്രത്തിലൂടെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയുള്ളത്. എന്തായാലും അതിനുശേഷം 10 വർഷത്തിന് ശേഷമാണ് നിങ്ങളെ ഒരുമിച്ച് ഞങ്ങളൊരു സിനിമയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. അതുമാത്രമല്ല, ഈ 10 വർഷത്തിന് ശേഷം രണ്ടുപേരും വലിയ നായികമാരായി എത്തുകയാണ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളൊരു മാറ്റം തോന്നിയത് ഈ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ എത്തുമ്പോൾ? ഇല്ല, അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും തോന്നിയിരുന്നില്ല. ഞങ്ങൾ ഇടയ്ക്ക് ലവ് 24-ന് ശേഷം ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാറുണ്ട്. പക്ഷെ അങ്ങനെ വലിയ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ അന്ന് എവിടെ വിട്ടിട്ട് പോയോ അവിടെ തുടങ്ങിയ പോലെ തന്നെ ഉള്ളൊരു ഫീലായിരുന്നു. എനിക്കിത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്പെഷ്യലാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. എനിക്ക് ഷിബിലയ്ക്ക് ഷൂട്ടുള്ള ദിവസങ്ങളിലൊക്കെ എനിക്കും ഷൂട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം അങ്ങനെ ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതെ, എനിക്കും അങ്ങനെ തന്നെയാണ്. ഇല്ല, എനിക്കിലൊക്കെ ഒരു മാറ്റമില്ല. ഞാൻ ആക്ച്വലി ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്ന് എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത്. അന്ന് പക്ഷേ നിഖില അഭിനയിക്കുന്ന സമയത്ത് ബാലേച്ചി ഇങ്ങനെ ഉന്തിത്തള്ളി വിടുമായിരുന്നു അഭിനയിക്കാൻ. ഇപ്പൊ പക്ഷെ കുറച്ചും കൂടെ ആക്റ്റീവായി, കുറച്ചും കൂടെ ഈ ഒരു സ്പേസ് ഒക്കെ മനസ്സിലായി. ഞാനന്ന് ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിഖില പറഞ്ഞതുപോലെ എവിടെ വിട്ടിട്ട് പോയോ അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും യൂഷ്വലി ഒരേ കാരവന്റെ 2 ഡോസാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷൂട്ട് അവക്കുള്ള ദിവസം മിക്കവാറും എനിക്കുണ്ടാവും, എനിക്കുള്ള ദിവസം എന്തായാലും ഡിഗ്ലിക്ക് ഉണ്ടാവും. പിന്നെ ഡിഗ്ലിയും ഉണ്ണിയുള്ള ചില കോമ്പിനേഷൻസ് അങ്ങനത്തെ ദിവസങ്ങളിൽ മാത്രമാണ് മാറ്റം ഉണ്ടായിരുന്നത്. അപ്പൊ ചില സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്തെങ്കിലും ചില കാര്യങ്ങളെങ്കിലും ഒറ്റയ്ക്ക് ചെയ്തൂടെ, എന്തിനാണ് എല്ലാത്തിനും എന്നെ വിളിക്കുന്നത്? ഇറ്റ് വാസ് നൈസ്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു ഈ മാർക്കോ എന്ന ഉണ്ണി മുകുന്ദൻ സിനിമ അത് സൂപ്പർ ഹിറ്റായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ അടക്കം കേരളത്തിലോട്ട് ഉറ്റുനോക്കിയൊരു സിനിമ കൂടി ആയിരുന്നു മാർക്കോ. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഈ മാർക്കോയ്ക്ക് ശേഷം വീണ്ടും ഇതാ ഒരു ഉണ്ണി മുകുന്ദൻ ചിത്രം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതും ആളുകൾക്കിടയിൽ ചർച്ചയാകും. ഒരു മാർക്കോ സ്റ്റൈൽ ഉണ്ടോ, അതല്ലെങ്കിൽ സാധാരണക്കാരെ പിടിച്ചിരുത്തുന്ന കുടുംബ സിനിമയാണെന്നൊക്കെയുള്ളൊരു ആളുകളൊക്കെ അങ്ങനെ ചിന്തിക്കും. നിങ്ങൾക്കിടയിൽ അത്തരത്തിൽ ചർച്ചകൾ വന്നിട്ടുണ്ടോ? ഈ മാർക്കോയ്ക്ക് ശേഷം ഒരു സിനിമ വരുമ്പോൾ അല്ലെങ്കിൽ മാർക്കോ കണ്ടൊരു പ്രേക്ഷകൻ ഗെറ്റ് സെറ്റ് ബേബി ഏറ്റെടുക്കുമോ, അങ്ങനത്തെ ഒരു ചർച്ചയൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള ചർച്ചാ വിഷയമല്ല. ബേസിക്കലി ഒരു വലിയ സിനിമയുടെ സക്സസിന് ശേഷം വരുന്ന സിനിമ എന്ന് പറയുന്നതിന്റെ അതൊരു ബാധ്യത തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഉണ്ണി തന്നെ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതൊരു കുറച്ചുകൂടെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. മാർക്കോയിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ട് ഉണ്ണി ഒരു ഫാമിലി മൂവി ചെയ്യുന്നു എന്നുള്ള പോലെ ഒരു ക്യാരക്ടറാണ്. ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റിന്റെ ക്യാരക്ടറാണ്. അതിൽ ഭയങ്കര വയലൻസ് ആണെങ്കിൽ ഇതിൽ ഭയങ്കര ഒരു എന്താ പറയാ ഡെലിവറിയും ഒക്കെ എടുക്കുന്ന ഒരു ഡോക്ടറും ഒക്കെയാണ്. അപ്പം അങ്ങനെ ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഒരു ആക്ടറിനെ സംബന്ധിച്ച് എപ്പോഴും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക, അത് ഓഡിയൻസിലേക്ക് റീച്ച് ആവുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. അപ്പം ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഒരു പാൻ ഇന്ത്യൻ ലെവൽ റീച്ച് കിട്ടുന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ആക്ച്വലി ഉണ്ണീന്റെ കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ണി മാർക്കോക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനു വേണ്ടിയുള്ള വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞ് മാർക്കോ ഒരു ഹ്യൂജ് ഹിറ്റായി. ഉണ്ണി എന്ന് പറഞ്ഞ ആക്ടർ ആക്ച്വലി ഭയങ്കര റീച്ചായി. അതെനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമേനെ ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്യും. അതേസമയത്ത് തന്നെ നമുക്കൊക്കെ ഒരു പേടിയുണ്ട്. മാർക്കോ ഒരു ആക്ഷൻ സിനിമയാണ്. അപ്പൊ ഇത് അതുപോലെയുള്ള ഒരു സിനിമയല്ല. ഇതൊരു ഫാമിലി ഒരു ബ്രീസി ഒരു സിനിമയാണ്. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഫാമിലിക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന, ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ്.
അപ്പൊ അതൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവരുത് എന്നുള്ളത് ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് തോന്നുന്നു നമ്മുടെ ക്രൂ മെമ്പേഴ്സ്, നമ്മുടെ പോസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ സോങ് ആണെങ്കിലും ഒക്കെ ഇത് അങ്ങനത്തെ ഒരു സിനിമ അല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ രണ്ടും ഉണ്ട്. ഉണ്ണിക്ക് ഇത്രയും ഒരു ഹ്യൂജ് ഹിറ്റ് ആയതുകൊണ്ട് സിനിമക്ക് കുറച്ചും കൂടെ റീച്ച് കിട്ടുന്നു എന്നുള്ള സന്തോഷവും അതിന്റെ കൂടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവരുത് എന്നും കൂടി ഉണ്ട്. തീർച്ചയായും നിഖില പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് പല അഭിമുഖത്തിലും ഉണ്ണി പറയുന്നത്, അതായത് ഈ IVF ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന്. അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ വിശേഷം സിനിമയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇത്തരത്തിൽ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ഒരു സിനിമയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ പറയാൻ പഠിക്കുന്ന പല കാര്യങ്ങളും പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്ത സിനിമയായിരുന്നു വിശേഷം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ IVF പോലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗെറ്റ് സെറ്റ് ബേബി ചർച്ച ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണോ? ഉണ്ണി പറഞ്ഞതുപോലെ തന്നെയാണ്, ഇതൊരു സംസാരിക്കപ്പെടേണ്ട വിഷയമാണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജനറലി അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു IVF പോലുള്ളൊരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പോഴും ഒരു ഡോക്യുമെന്ററി സ്വഭാവം പെട്ടെന്ന് ആൾക്കാർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഒരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നു, അപ്പൊ അതിനുവേണ്ടി ഒരു സിനിമ എടുക്കുന്നു എന്നുള്ള പോലെ ഒരു തോന്നലുണ്ടാവും. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ച് ഇതൊരു കമേഴ്ഷ്യൽ പാക്കേജ് സിനിമയാണ്. അത് ഇതിലെല്ലാ ഇമോഷൻസും പോകുന്നുണ്ട്. ഇപ്പം റൊമാൻസ് ഉണ്ട്, ഫാമിലി ഇമോഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ണിയുടെ പെർസ്പെക്റ്റീവിലുള്ള ഒരു കഥ പറയുന്നുണ്ട്, ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റിന്റെ പെർസ്പെക്റ്റീവില് ഈ പറയുന്ന ഒരു IVFും ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഡോക്യുമെന്ററി സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ പാക്കേജിൽ നമ്മൾ ഒരു റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്ട് പറയുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് സ്ക്രിപ്റ്റിൽ തോന്നിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ. അപ്പോൾ ആൾക്കാർക്ക് അത് കാണുമ്പം നമ്മൾ അവരെ ഫീഡ് ചെയ്യുന്നു എന്നൊരു തോന്നലുണ്ടാവില്ല, എന്നാൽ അത് അവരിലേക്ക് കൃത്യമായി എത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. ശരി, അത് എന്തായാലും വളരെ നല്ലൊരു മറുപടിയായിരുന്നു. ഞാൻ ഫറയിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഫറ ഇങ്ങനെ ഒരുപാട് സിനിമകളൊന്നും ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ചെയ്യുന്ന സിനിമയിൽ കൃത്യമായൊരു കയ്യൊപ്പ് ഉണ്ടാകും, ഒരു സിഗ്നേച്ചർ ഉണ്ടാകും ഫറയുടെ കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയാണ് ഇങ്ങനെ സെലക്റ്റീവ് ആകുന്നത്? അല്ലെങ്കിൽ നല്ല സെലക്റ്റീവ് ആവുകയാണോ, അല്ലെങ്കിൽ നല്ല സിനിമകൾ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരാളാണോ ഫറ? എന്താണ് ഞങ്ങൾക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഇല്ല, അതിന് നമുക്ക് ആകെ ഒരു പ്രോസസ്സേ ഉള്ളൂ. നമുക്ക് വരുന്നതിൽ നിന്ന് നമുക്കൊരു ഇൻറ്റ്യൂഷൻ തോന്നുന്ന തരത്തിലുള്ള സിനിമകൾ ചെയ്യാം. ഞാൻ എപ്പോഴും ഒരു ടീം അങ്ങനെ നോക്കാറുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തതിൽ വെച്ച് ഈ പറഞ്ഞ പോലെ വൺ ഓഫ് ദ കൂളസ്റ്റ് ഡയറക്ടേഴ്സാണ് വിനയ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലും എനിക്ക് എല്ലാത്തരം സ്കൂൾസും ട്രൈ ചെയ്യണം എന്നുണ്ട്. ഞാൻ അർഷദ് ഖാന്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്തപ്പോൾ അതെനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. പിന്നെ ഡിഞ്ചിത് സാർ ഈ പറയുന്ന പോലെ അതെന്റെ ഒരു ഫസ്റ്റ് അത്രയും വലിയൊരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത് അത് ആദ്യമായിട്ടായിരുന്നു. അപ്പൊ അതും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിനെ എക്സ്പീരിയൻസസ് ആയിട്ട് കാണുന്ന കൂടെ തന്നെ എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും എനിക്ക് വ്യത്യാസമായിട്ട് ചെയ്യാനുണ്ടോ എന്നുകൂടെ നോക്കാറുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് എ വെരി നോർമൽ പ്രോസസ് ഓഫ് സെലക്ടിങ് മൂവീസ്. അത്ര തന്നെ ഉള്ളൂ. പക്ഷെ എന്തെങ്കിലും ചെയ്താൽ പോരാ എന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ്. ശരി ശരി, ഓക്കെ. നിഖില, ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് നിഖിലയുടെ ഒരു ജാതി ജാതകം എന്ന എല്ലാവരെയും കുടുകൂടെ പ്രേക്ഷകരൊക്കെ തിയേറ്ററിൽ പോയി എല്ലാവരെയും കുടുകൂടെ ചിരിപ്പിച്ച ഒരു ജാതി ജാതകം എത്തിയത്. ഇപ്പോൾ ഇതാ ഇനി വരുന്നു ഈ ഫെബ്രുവരിയിൽ ഗെറ്റ് സെറ്റ് ബേബി വരും. അപ്പം ഓരോ മാസവും ഇങ്ങനെ സിനിമകളുള്ള ഒരു തിരക്കുള്ള നായികയാണ്, ഒരു മന്ത്ലി സ്റ്റാറായി നിഖില മാറുന്നുണ്ടല്ലേ? ഇല്ല, ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്ത് വരുന്ന സിനിമകളല്ല. ബിക്കോസ് ജാതകം ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നാളായി, എനിക്കൊന്ന് 2 വർഷത്തിന് മേലെയായി. പക്ഷെ ഇപ്പോഴാണ് റിലീസ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എല്ലാ സിനിമകളും, ഞാൻ അഭിനയിക്കുന്ന സിനിമകളൊക്കെ റിലീസ് ആവണേ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. അപ്പൊ റിലീസ് ആവുമ്പോൾ മന്ത്ലി സ്റ്റാർ ആയി പോകുന്നതാണ്, അല്ലാതെ ഞാനായിട്ട് മാസം സിനിമ ഇറക്കണതല്ല. അങ്ങനെ വരുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ്, കാരണം സിനിമകൾ റിലീസ് ആവണല്ലോ. ഇപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവസ്ഥ അതാണല്ലോ, സിനിമകൾ റിലീസ് ആവാത്തതാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും വിഷമമുള്ള കാര്യം. റിലീസ് ആവുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് സന്തോഷമാണ്. ഓക്കെ, അതെന്തായാലും കൊള്ളാം, നല്ല മറുപടിയാണ്. എനിക്ക് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ സ്വാഭാവികമായും ഈ നായികമാരൊക്കെ ഒരു നായികയാകുമ്പോൾ മുഴുനീളം ആ സിനിമയിൽ ഉണ്ടാവണമെന്നാണ് പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുക. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ജാതി ജാതകം എന്ന സിനിമയിൽ കുറച്ച് ചെറിയ റോൾ മാത്രമേ നിഖിലയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു നായികയായിട്ട് പോലും, ഒരു സ്റ്റാർ ആയി നിൽക്കുന്ന സമയത്ത് പോലും എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ചെറിയ റോൾ ഏറ്റെടുക്കാൻ നിഖില തയ്യാറായത്? അതിനുള്ളൊരു കാരണം എന്തായിരുന്നു? ഇല്ല, ആ സിനിമ ഞാൻ ചെയ്യുന്നതിന്റെ കാരണം പലപ്പോഴും സൗഹൃദങ്ങളാണ്. ആ സിനിമ അരവിന്ദന്റെ അതിഥികളുടെ ടീം
ചെയ്യുന്നു എന്ന് പറയുന്നതായിരുന്നു എന്നെ സംബന്ധിച്ചുള്ള ഒരു ക്യാച്ച്. കാരണം അവരുടെ എല്ലാവരുടെയും കൂടിയാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമയാണ് അരവിന്ദന്റെ അതിഥികൾ. അപ്പൊ അവർക്ക് ആ സിനിമയിൽ ഞാൻ ഉണ്ടെങ്കിൽ അത് നന്നായിരുന്നു എന്ന് തോന്നിയ ഒരു പോയിന്റിലാണ് ഞാൻ ആ ക്യാരക്ടർ ചൂസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഗസ്റ്റ് റോള് പോലുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ അത് ആ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു ഗുണം അതിനെ കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ആ സിനിമയുടെ സക്സസ് കാണുമ്പോൾ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ശരി, എന്തായാലും ഇപ്പോൾ ഏതൊരു സിനിമ ഇറങ്ങുമ്പോൾ ഈ താരങ്ങളുടെ ഒക്കെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ സിനിമ വിജയിക്കണം, അതോടൊപ്പം തന്നെ സിനിമയിലെ പാട്ടുകൾ ആളുകൾ ഏറ്റെടുക്കണം. ഒരു ബസ്സിൽ പോകുമ്പോഴാണെങ്കിലും നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്കൊന്ന് ഒരു മൂളിപ്പാട്ടെങ്കിലും ആ സിനിമയിലെ പാട്ട് അങ്ങനെ പാടി ആളുകൾ നടക്കണമെന്നൊക്കെ എല്ലാ താരങ്ങളും ആഗ്രഹിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഗെറ്റ് സെറ്റ് ബേബി ഇറങ്ങാൻ പോകുന്നതിൽ പക്ഷേ ആ സിനിമയിലെ ഈ മനമേ ആലോലം എന്നുള്ള പാട്ട് ഇപ്പോഴും യൂട്യൂബിൽ ട്രെൻഡിങ് ആണ്, 1ാം സ്ഥാനത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായി എങ്ങനെയാണ് ഇനി, അതായത് മറ്റു പാട്ടുകളെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ് സിനിമയിൽ ഇനി ഇറങ്ങാൻ പോകുന്ന പാട്ടുകളെ കുറിച്ചൊക്കെ? പാട്ടുകൾ ഇനി റിലീസ് ആവാനുണ്ട്, ഓരോന്നായിട്ടൊക്കെ റിലീസാവും, ട്രെയിലർ റിലീസാവും, എല്ലാം ഉടനെ തന്നെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഒരു 6ഓളം പാട്ടുകളുണ്ട്. സാംസിയസ് മ്യൂസിക് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഈ സിനിമയെ സംബന്ധിച്ച് ഒരു വലിയ പ്ലസ് ആണ്. കാരണം പുള്ളിയുടെ ഇതിന് മുന്നേ ഉള്ള വർക്കുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം എത്രത്തോളം വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ളത്. അപ്പം അത്രയധികം പാട്ടുകളുമുണ്ട്. അതിനനുസരിച്ച് ഉള്ള എനിക്ക് തോന്നുന്നു ഇനി മനമേ ആലോലം പോലെ തന്നെ ഇനി വരുന്ന പാട്ടുകളും ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും തോന്നുന്നു. ഓക്കെ, ഞങ്ങൾ എന്തായാലും ആ പാട്ടുകൾക്ക് കാത്തിരിക്കുകയാണ്. മറ്റു പാട്ടുകളൊക്കെ വരട്ടെ, ഞങ്ങൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. എന്തായാലും ഇപ്പോൾ മനമേ ആലോലം പോലെ തന്നെയുള്ള മികച്ച പാട്ടുകളാവട്ടെ ഇനി വരാനുള്ളതും. ഓക്കെ, എന്തായാലും നിഖില, ഈ ട്രെയിലർ ടീസർ ഒന്നും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല, ഞങ്ങളത് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പ്ലാൻ ഇല്ലേ? എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ലല്ലോ, ഉടനെ എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പൊ ഈ ആഴ്ചകളിലെ റിലീസുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങും. ഓക്കെ, ഇപ്പോൾ ഗെറ്റ് സെറ്റ് ബേബിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ലോഡ് ആളുകളുണ്ട് ഇതിൽ, ഒരു ലോഡ് അഭിനേതാക്കൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഞങ്ങളൊരു ലിസ്റ്റ് എടുത്തിട്ട് ഇതിൽ കാസ്റ്റിന്റെ ആളുകളൊക്കെ ഒന്ന് പറയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിലിപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിരിക്കുമല്ലേ? അത്രമാത്രം ആളുകൾ അഭിനയിക്കുന്നുണ്ടല്ലോ സിനിമയിൽ. ഇല്ല, ഞങ്ങൾ തന്നെ പ്രൊമോഷനിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് ലിറ്ററലി. കാരണം ഓരോ പ്രൊമോഷൻസിലും ഒരു 5-6 ആർട്ടിസ്റ്റിന്റെ പേരാണ് പറയുന്നത്. അത്രയധികം ഞങ്ങൾക്ക് കോമ്പിനേഷനുള്ള ആൾക്കാർ കൂടുതൽ ഈ പറയുന്ന എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ടും കോമ്പിനേഷൻ ഉള്ളത് ഉണ്ണിക്കാണ്. അപ്പൊ ഞങ്ങൾ തന്നെ പല സ്ഥലത്ത് പോകുമ്പോഴും മറന്നു പോകും എല്ലാവരുടെയും പേര് പറയാൻ. അത്രയധികം ആർട്ടിസ്റ്റുകളുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് അത് ഗുണം ചെയ്യുമെന്ന് വിചാരിക്കണം. ഈ സിനിമയ്ക്ക് അത് ആവശ്യമാണ് എന്നുള്ളത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബിക്കോസ് ഒരു കുഞ്ഞു ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഒരു 2 സീനുള്ള ആളാണെങ്കിലും അത് ആവശ്യമായതുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ ആക്ടറിനെ കാസ്റ്റ് ചെയ്തത് എന്നുള്ളത് സിനിമ കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. ഓക്കെ, ഇപ്പം നമ്മുടെ ഡയറക്ടറിലേക്ക് വന്നാൽ അദ്ദേഹത്തിനെ കുറിച്ച് പരാമർശിച്ച് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഡയറക്ടറിലേക്ക് വന്നാൽ നമുക്കറിയാം വിനയുടെ ആദ്യ സിനിമ കോഹിനൂർ ആയിരുന്നല്ലോ അല്ലേ? അപ്പോൾ അതിനുശേഷമുള്ളതാ ഗെറ്റ് സെറ്റ് ബേബി വരികയാണ്. അപ്പോൾ കുടുംബ പ്രേക്ഷകർ തന്നെ ആയിരിക്കും നിങ്ങളുടെ ലക്ഷ്യമല്ലേ? അവരെ പിടിച്ചെടുത്തുക എന്നുള്ളതിന്റെ ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ഗെറ്റ് സെറ്റ് ബേബി വരുന്നത്, അല്ലേ നിഖില? അത് അങ്ങനെയാണെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു. കാരണം വിനയ് കോവിന്ദ് ആസ് എ മേക്കർ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളല്ല. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഒരു 10 വർഷം മുന്നേ ആണ് കോഹിനൂർ റിലീസ് ആയിരിക്കുന്നത്. ഈ 10 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾ കോഹിനൂറിനെ പറ്റി സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ക്രാഫ്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ 10 വർഷത്തിന് ശേഷം ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിൽ ഒരുപാട് വർക്ക് ചെയ്യുകയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതും അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഈ സിനിമ വർക്ക് ആവുമെന്നും നമ്മൾ വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ്. പക്ഷെ ആക്ച്വലി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊന്നും ഓവർ കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ ഒരു കാര്യമുണ്ട്. അതായത് ഒരു ദിവസം തന്നെ 3-4 സിനിമകൾ റിലീസ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ ഇന്നലെ നമുക്കറിയാം വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പൊ ഇന്നലെ മാത്രം 3-4 സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത്. അപ്പോൾ ആളുകൾ നമ്മുടെ സിനിമയിലേക്ക് എത്തണം. അതൊരു വലിയ കൺഫ്യൂഷനുള്ള അല്ലെങ്കിൽ ഒരു വലിയ ടെൻഷനുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെയാണ് നമ്മൾ ഈ ആളുകളെ പിടിച്ച് തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്? എന്താണ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങളുടെ രണ്ടാളുടെ അഭിപ്രായ വിഷയത്തിൽ? ഇല്ല, എനിക്കും അതേ കൗതുകമുണ്ട്. കാരണം നമ്മള് സിനിമയില് ഇതിന്റെ മൂവി പ്രൊഡക്ഷൻ നടക്കുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് പ്രീ പ്രൊഡക്ഷനിലും പോസ്റ്റ് പ്രൊഡക്ഷനിലും ഒക്കെ ഇവരെങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത് നമുക്കും കൃത്യമായ ധാരണയില്ല. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ ട്രെയിലറോ അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റേഴ്സ് ഒക്കെ വഴി ആൾക്കാരിൽ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക, എന്നിട്ട് അങ്ങനെ ആൾക്കാർ ഓഡിയൻസിന് തിയേറ്ററിലേക്ക് വരുത്തുക എന്നുള്ളതായിരിക്കാം
ഉദ്ദേശിക്കുന്നുണ്ടാവുക. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ എടുക്കണ്ടല്ലോ, അപ്പൊ ആ സിനിമകളൊക്കെ തിയേറ്റേഴ്സിൽ വരേണ്ടതാണ്. അപ്പൊ അതിനുള്ള ഒരു ടൈമും സ്ലോട്ടും കിട്ടിക്കഴിയുമ്പോൾ അവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനിപ്പോ നമുക്ക് എല്ലാ സിനിമകളും എല്ലാവരും കാണുന്നതാണ് ഞങ്ങള് സിനിമയിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷവും ആഗ്രഹവും. അപ്പൊ അങ്ങനെ സിനിമ നന്നായി കഴിഞ്ഞാൽ ആൾക്കാർ അത് തിയേറ്ററിൽ സ്വീകരിക്കും. അത് എത്ര സിനിമകൾ ഉണ്ടെങ്കിലും എനിക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ക്ലാഷ് റിലീസൊക്കെ വെച്ച് 2 സിനിമകളും ഹിറ്റായിട്ടുള്ളത്, 3 സിനിമകളും ഹിറ്റായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അവർക്ക് സമയം പോലെ അവർ പോയി കാണും എന്നുള്ളതാണ് പ്രതീക്ഷ. ഓക്കെ നിഖില, ഇപ്പോൾ നമ്മളിപ്പോൾ നിഖിലയുടെ ഒരു ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂ എടുത്തിട്ട് ആ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസ് നിഖിലയുടെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അതിൽ കാണുന്ന ഒരുപാട് ക്യാപ്ഷൻ ഉണ്ട്. നിഖിലയുടെ തഗ് മറുപടി അല്ലെങ്കിൽ ചുട്ട മറുപടിയുമായി നിഖില, അല്ലെങ്കിൽ വായടപ്പിച്ച് ആങ്കറിനെ വായടപ്പിച്ച് നിഖില, അങ്ങനെ കുറേ ക്യാപ്ഷനുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ഇപ്പോഴാണെങ്കിൽ എന്നോട് സംസാരിച്ചപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നിഖില വളരെ സീരിയസ് ആയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. എന്തായാലും എന്നോട് അത്തരത്തിലൊന്നും സംസാരിച്ചിട്ടില്ല. എങ്ങനെയാണ് അങ്ങനെ ഈ തഗ് മറുപടികളൊക്കെ ഉണ്ടാവുന്നത്? ഇങ്ങോട്ട് കയറി ചൊറിയുന്നവരെ അങ്ങോട്ട് കയറി മാറ്റുന്ന പരിപാടി തന്നെയാണോ? അല്ലെ, എന്നോട് ഈ ചോദ്യങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതല്ല. ബേസിക്കലി എനിക്കുള്ളത്, നമ്മളൊരു സിനിമയുടെ പ്രൊമോഷൻസിന് പോയിരിക്കുന്ന സമയത്ത് എനിക്കറിയാം ഇപ്പോൾ അങ്ങനെ ആണെങ്കിലാണ് ആൾക്കാർക്ക് അത് കാണാൻ ഇഷ്ടം ഉണ്ടാവുക എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ആ സിനിമയെ പറ്റിയുള്ള ചോദ്യങ്ങൾ വളരെ കുറയുകയും അത് വളരെ പേഴ്സണലി ഉള്ള ചോദ്യങ്ങളാവുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ സമയം കൊടുത്തിരിക്കുന്നത് ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാനാണ്. ഇപ്പൊ അത് ഏത് സിനിമയാണെങ്കിലും നമ്മളുടെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും നമ്മളാണെങ്കിലും ആ സിനിമ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ബേസിക്കലി. അപ്പൊ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തംബ്നെയിൽ കൊടുത്ത് അതിനെ ആൾക്കാർ കാണുന്ന രീതിയിൽ മാറ്റി ആ സിനിമയെ പറ്റി ഒരു ഹാഷ്ടാഗ് പോലും വരാതിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ എന്തിനാ, നമ്മുടെയൊക്കെ ലൈഫിൽ സമയത്തിന് വിലയുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ അല്ലാത്ത പക്ഷം പേഴ്സണൽ ഇന്റർവ്യൂസോ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചാറ്റോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കൊടുക്കാത്ത ഒരാളാണ്. അപ്പം സിനിമയുടെ പ്രൊമോഷൻസിന് പോകുമ്പോൾ ബേസിക്കലി അത് മാത്രമായിട്ട് അന്വേഷിക്കുക, അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവര് ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ടാണ്. അല്ലാണ്ട് ഞാനിപ്പോ കരുതിക്കൂട്ടി അവരെ എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ച് സെറ്റ് ചെയ്ത് പോയിരിക്കുന്നതൊന്നുമല്ല. ചിലപ്പോ അങ്ങനെ കേൾക്കുമ്പം പ്രതികരിക്കാൻ തോന്നും, അങ്ങനെ അറിയാണ്ട് വന്നു പോകും, അങ്ങനെയാണ്. അല്ലാണ്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതോ കാര്യങ്ങളോ ഒന്നും അല്ല. പിന്നെ ഈ തഗ് എന്ന് പറയുന്ന സാധനവും മീഡിയ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഞാനായിട്ടോ അല്ലെങ്കിൽ ജനറലി ഇപ്പൊ എന്റെ കൂടെയുള്ള ആൾക്കാരോടൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുക. അവർക്കത് കേൾക്കുമ്പോൾ അതാണ് അങ്ങനെ ഒരു ടൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ആൾക്കാർ എന്താണെന്നറിയാൻ വേണ്ടി ക്യൂരിയോസിറ്റി കാണുമെന്നറിയാൻ വേണ്ടിയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതിപ്പം നിങ്ങൾ ഒരു സാറ്റലൈറ്റ് മീഡിയ ചോദിക്കുന്ന അളവിലേക്ക് വലുതാവുമ്പോൾ അത് എത്രത്തോളം അതിന് ഇമ്പാക്ട് ഉണ്ട് എന്നുള്ളത് ആലോചിക്കാമല്ലോ. അത് മീഡിയ സ്വഭാവം ഞാൻ പറഞ്ഞു തരണ്ടെന്ന് നിങ്ങൾക്കെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഓക്കെ, ഇതിപ്പം രണ്ടുപേരോടും കൂടിയാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അതായത് ഒരു സിനിമ ഇറങ്ങുന്നു, അപ്പോൾ ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാക്കുക, അങ്ങനെ ഒരു അറ്റൻഷൻ, അതായത് ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു അറ്റൻഷൻ ഉണ്ടാക്കുക ആളുകളുടെ ഇടയിൽ. ആ വിവാദത്തിന് ശേഷം ആളുകളിലേക്ക് ആ സിനിമയുടെ പേരെത്തുന്നു. അപ്പോൾ എന്നാൽ ഈ സിനിമ ഒന്ന് കണ്ടു കളയാം എന്ന് ആളുകൾക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്നാണ് നിങ്ങൾ കരുതുന്നത്, അല്ലെങ്കിൽ ശരിയാണോ? അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ഒരു വിവാദം ഉണ്ടാക്കി സിനിമ മാർക്കറ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ വൈറലാക്കിയിട്ട് സിനിമ മാർക്കറ്റ് ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്താണ് അതിന്റെ ഒരു ബേസിക് ലോജിക് എന്ന് എനിക്ക് തോന്നുന്നത് സിനിമ തന്നെയാണ് സംസാരിക്കേണ്ടത്. സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ സിനിമ പ്രൊമോഷന് വേണ്ടി വരുന്നത്. ബാക്കി സംസാരിക്കേണ്ടത് സിനിമയാണ്, അല്ലാതെ വിവാദങ്ങളോ അല്ലെങ്കിൽ കോൺവെർസേഷൻസിൽ ഉണ്ടാവുന്ന വൈറൽ കണ്ടന്റോ ഒന്നുമല്ല. അപ്പൊ പേഴ്സണലി എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ഇന്റർവ്യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്ന് ഞാനും മനസ്സിലാക്കുന്നു. പക്ഷെ എനിക്കത് വളരെ അപരിചിതവും ഭയങ്കര എന്താണ് ഇത് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത പോലത്തെ ഒരു കാര്യമാണ്. ശരി, ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ടീമിനെ കുറിച്ച് ഒന്ന് പറയാമോ? എല്ലാവരും പുതിയ ആളുകളാണല്ലോ അല്ലേ, അവരെ കുറിച്ച് കൂടി ഒന്ന് പറയാം, കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇത് 2 പ്രൊഡക്ഷൻ ഹൗസും ഉണ്ട്, സ്കാന്ത മൂവീസ് ആൻഡ് പിന്നെ കിങ്സ്മൻ പ്രൊഡക്ഷൻസ്. അപ്പൊ ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഗെറ്റ് സെറ്റ് ബേബിനെ സംബന്ധിച്ച്
അവരുടെ ഇപ്പം എല്ലാ പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചും അവരുടെ സിനിമകൾ പ്രത്യേകതയുള്ളതാണ്. പക്ഷെ ഒരു പുതിയ പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുമ്പോൾ അവരുടെ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ ബേബി പോലുള്ള ഒരു ഫീലുള്ള സിനിമയാണ്. അപ്പൊ അതിന്റെ കൂടെ മാക്സിമം നിൽക്കുക എന്ന് പറയുന്നതാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ ആ സിനിമയുടെ പ്രൊമോഷൻസിന് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ സിനിമയുടെ പാർട്ടായിരിക്കുക, അവരുമായിട്ട് നല്ല രീതിയിൽ അസോസിയേറ്റ് ചെയ്ത് പോവുക എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നു എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എനിക്കും വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഈ പ്രൊഡക്ഷൻ ഹൗസസിന്റെ കൂടെ വർക്ക് ചെയ്തതിൽ. എനിക്ക് ജനറലി ഞാൻ വളരെ ഒരു ഡയറക്ടേഴ്സ് ഫ്രണ്ട്ലി ആർട്ടിസ്റ്റ് എന്നുള്ളതുപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി ആർട്ടിസ്റ്റ് ആയിരിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ഈ പ്രൊഡക്ഷൻ ഹൗസസും ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഒരു സിനിമകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ എക്സ്പീരിയൻസ് അവരെപ്പോഴും നോക്കുമല്ലോ. സോ ഇതൊരു ബാഡ് എക്സ്പീരിയൻസ് ആവാതിരുന്നാൽ മാത്രമേ അവർക്കൊരു ഫ്യൂച്ചർ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പൊ അതിലേക്ക് അവർക്ക് കൂടുതൽ പോകാൻ പറ്റട്ടെ, ഇനി ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ആക്ച്വലി. സ്കന്ദ ഫിലിംസ് ആൻഡ് കിങ്സ്മാൻ ഞങ്ങൾക്ക് അറിയാവുന്ന സജീവേട്ടനെയാണ്. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ പ്രൊഡക്റ്റ് നന്നാക്കാൻ എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം അതാത് സമയങ്ങളിൽ ഒരു ഡിലേ ഇല്ലാതെ, അതിനൊരു കൺഫ്യൂഷനൊന്നും ഇല്ലാതെ അത് മാനേജ് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിസ്റ്റിനെ കംഫർട്ടബിൾ ആക്കുന്നതും ഒരു പരിധിവരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ബിക്കോസ് നമുക്ക് എന്നാലേ പെർഫോം ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ് ഇത്. അവരുടെ ഫസ്റ്റ് മൂവിയാണ്. ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആക്ച്വലി പേഴ്സണലി ആശംസിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒന്നും കൂടെ ആശംസിക്കുന്നു. യെസ്, എന്തായാലും സിനിമയ്ക്ക് ഞങ്ങളുടെ എല്ലാ ആശംസകളും നേരുകയാണ്. പൂർണ്ണ വിജയമാകട്ടെ, ആളുകളൊക്കെ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തട്ടെ. ഗെറ്റ് സെറ്റ് ബേബി വലിയ വിജയമാവട്ടെ. അക്കാര്യത്തിൽ എന്നാലും സംശയമില്ല, വിജയമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്തായാലും വളരെ നന്ദി രണ്ടുപേർക്കും ന്യൂസ് 18-ൽ ന്യൂസ് 3-ക്കൊപ്പം അതിഥിയായി ചേർന്നതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മൾ എന്തായാലും അതിഥിയുടെ വിശേഷം പറഞ്ഞു. ഇനി നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില അറിവുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതറിയാം. ഈ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണ് റാഗിംഗ്, അല്ലെ? റാഗിംഗ് നടന്നാൽ വീട്ടുകാരോടോ കൂട്ടുകാരോടോ അധ്യാപകരോടോ പോലും പറയാൻ പേടിക്കുകയാണ് നമ്മുടെ കുട്ടികളിൽ പലരും. ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകണം? നിങ്ങളുടെ പേര് വെളിപ്പെടുത്താതെ, ആരും അറിയാതെ ഇക്കാര്യങ്ങൾ പരാതിപ്പെടാനും അവസരമുണ്ട്. ഇതേക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് അഡ്വക്കേറ്റ് ഗ്ലോറി ജോർജ് ആണ്. നമ്മുടെ സംസ്ഥാനത്ത് 1998 ആന്റി റാഗിംഗ് നിയമം നിലവിൽ വന്നിട്ടുള്ളതാണ്. അതിനുശേഷം വീണ്ടും ഫലപ്രദമായ രീതിയിൽ എല്ലാ സ്ഥാപനങ്ങളിലും ഈ റാഗിംഗ് പ്രിവെന്റ് ചെയ്യുവാനായിട്ട് UGCയുടെ ഗൈഡ് ലൈൻസ് ആണ് ഓരോ സ്ഥാപനങ്ങളും പാലിക്കേണ്ടത്. 2009 UGC വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഓരോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിനും നൽകിയിട്ടുള്ളതാണ്. അത് പാലിച്ചേ മതിയാവൂ. അതിൽ പ്രത്യേകമായിട്ടും വരുന്നത് ഓരോ സ്ഥാപനത്തിലും ഒരു ആന്റി റാഗിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് സ്ഥാപന മേധാവി തന്നെയാണ്. അപ്പോൾ ആ മേധാവിയുടെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ അവിടുത്തെ ടീച്ചേഴ്സ്, പാരന്റ്സ്, അതുപോലെ തന്നെ കുട്ടികള്, മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, അങ്ങനെയുള്ള പ്രതിനിധികള് എല്ലാം അടങ്ങുന്നതാണ് ഒരു ആന്റി റാഗിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ കമ്മിറ്റിയുടെ കീഴിൽ മറ്റൊരു സംവിധാനമുണ്ട്, അതാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് എന്ന് പറയുക. ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിലും ഈ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന് തീരുമാനിക്കാം അതിനകത്ത് ആരൊക്കെ വരണം എന്നുള്ളത്. ഇതിലും ഇതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ റെപ്രസെന്റേറ്റീവ്സ്, ടീച്ചേഴ്സ് ഉണ്ടാവണം. ഈ സ്ക്വാഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അതൊരു പ്രോ ആക്റ്റീവായിട്ട് ചെയ്യേണ്ടുന്ന ഒരു സംവിധാനമാണിത്. അതായത് ഈ വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസ്, ഹോസ്റ്റലുകള്, വരാന്തകള്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ റാഗിങ് നടക്കാൻ സാധ്യതയുള്ളത് അത്തരം സ്ഥലങ്ങളിലെല്ലാം അറിയാതെ തന്നെ കയറി ചെന്ന് അതിന്റെ ഒരു പരിശോധനാ സംവിധാനം ശക്തിപ്പെടുത്തുവാനും, എന്തെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് മേൽഘടകത്തിലേക്ക് റിപ്പോർട്ട് ചെയ്ത് അതിന് കർശനമായ നടപടിയെടുക്കുവാനും ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിനെ നിയമിച്ചിട്ടുള്ളതാണ് ഓരോ സ്ഥാപനങ്ങളിലും. അത് വേണമെന്നുള്ളതാണ്. എത്ര സ്ഥാപനങ്ങളിൽ ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇപ്പൊ ഈ പറഞ്ഞ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത്. വീണ്ടും ആ റെഗുലേഷൻസ് പ്രകാരം ഒരു മോണിറ്ററിംഗ് സെല്ല്, അത് യൂണിവേഴ്സിറ്റി തലത്തിലാണ്. ഏതൊരു യൂണിവേഴ്സിറ്റിയോടാണോ
ഒരു സ്ഥാപനം അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ യൂണിവേഴ്സിറ്റി തലത്തിലുള്ളതുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ട് എങ്കിൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ സീനിയർ ജൂനിയർ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഈ ഭയം ഒരു വലിയൊരു ഘടകം തന്നെയാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ എന്താ പറയാ പിന്തുണ വല്ലാതെ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളെ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുള്ളപ്പോൾ കുട്ടികൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ UGCയുടെ വെബ്സൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ടോൺ ഫ്രീ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ ഒന്നുകിൽ നമ്മൾക്ക് വിളിച്ച് ഈ കാര്യം ഞാൻ ഇന്ന സ്ഥാപനത്തിൽ ഞാൻ റാഗിങ്ങിന് വിധേയമാകുന്നുണ്ട്, ഈ കുട്ടിയുടെ പേര് അധികമായിട്ടും വെളിപ്പെടുത്താതെ തന്നെ UGC ഇമ്മീഡിയറ്റ് ആയിട്ട് ആ മെസ്സേജ് സ്ഥാപന ഹെഡിന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മേധാവിക്ക് ഇത് അയക്കുന്നതാണ്. അപ്പോൾ തന്നെ അവിടെ ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ എനിക്കൊക്കെ അറിയുന്ന പല സ്ഥാപനങ്ങളിലും കുട്ടികൾ ഈ ഒരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഞാനൊക്കെ പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നതാണ്. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി അല്ലെങ്കിൽ അതിനൊരു ഇമെയിൽ ഉണ്ട്, പ്രത്യേകമായിട്ടും ഈ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയ ഒരു ഇമെയിൽ UGCയുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ കുട്ടികള് സാധ്യതമാക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു അവയർനെസ് ആവശ്യമാണ്. അതും UGC ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്. കാരണം ഒരു കുട്ടി ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ അവിടെ വിറ്റ് സഹിതം എഴുതി വാങ്ങിക്കണം, ഞാൻ ഒരിക്കലും റാഗിങ്ങിനെ അനുകൂലിക്കില്ല, റാഗിങ് ചെയ്യില്ല. അത് സെക്കൻഡ് ഇയർ ആകുമ്പോൾ വീണ്ടും അത് ഓർമ്മപ്പെടുത്തുകയാണ്. പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ അതെടുക്കും. പുതിയ കുട്ടികൾ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ നിർബന്ധമായും കൊടുത്തിരിക്കണം എന്നുള്ളത് UGCയുടെ ഗൈഡ് ലൈൻസിൽ പ്രത്യേകമായിട്ടും പറയുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ നടക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമ്മൾക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നുന്നത്. തന്നെയുമല്ല, ഒരു നട്ടലുള്ള ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു സ്ഥാപന മേധാവി ഉള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള റാഗിങ്ങും ആ സ്ഥാപനത്തിൽ ഉണ്ടാകില്ല. കാരണം അദ്ദേഹത്തിന് ഈ ഉത്തരവാദിത്തം ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എന്റെ സ്ഥാപനത്തിൽ ഹോസ്റ്റലിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരത്തിലുള്ള റാഗിങ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ട വലിയ ഉത്തരവാദിത്തം സ്ഥാപന മേധാവിക്കുണ്ട്. അതുപോലെ തന്നെ ആന്റി റാഗിങ് സ്ക്വാഡ് അത് നിയമിച്ചിരിക്കണം. അവർക്ക് പിന്നെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ? അപ്പൊ ഇത്തരത്തില് ആന്റി റാഗിങ് കമ്മിറ്റി എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കണം, ആന്റി റാഗിങ് സ്ക്വാഡ് ഉണ്ടായിരിക്കണം. അവർക്കത് കുട്ടികൾക്ക് റിട്ടേൺ ആയിട്ട് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഓരോ സ്ഥാപനത്തിലും ഉണ്ടാകണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് പോകാൻ എന്തെങ്കിലും ഭയമോ മറ്റുള്ള ആശങ്കകളോ ഉള്ള കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UGCയുടെ വെബ്സൈറ്റിൽ ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള പ്രത്യേക ഇമെയിൽ ID ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഏതായാലും നമ്മളെല്ലാവരും മൊബൈലും ഇന്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്നവരാണ്. നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്ത് ഗൂഗിൾ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കംപ്ലൈൻസ് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഓരോ കുട്ടികളും പ്രതിജ്ഞാബദ്ധരാണ്. നമ്മൾ ആരെയാ പേടിക്കുന്നത്? ആരെ പേടിച്ച് നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. തന്നെയുമല്ല, ഇത്തരം സംഭവത്തിന്റെ പശ്ചാത്തലത്തില് ഇന്ത്യൻ പീനൽ കോഡ്, പഴയത് ഇന്ത്യൻ പീനൽ കോഡാണ്, ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഉള്ള ശിക്ഷാ നടപടികൾ കർക്കശമായി നടപ്പിലാക്കേണ്ടതും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. അത് ചെയ്തേ പറ്റൂ. അതിനുള്ള സംവിധാനങ്ങളെല്ലാം നമുക്കുണ്ട്. അത് നടപ്പിലാക്കുക എന്നുള്ള പ്രക്രിയ മാത്രമാണ് മന്ദം ഇവിടെ നിൽക്കുന്നത്. അത് അനുവദിച്ചുകൂടാ. നമ്മളത് തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന UGC ഗൈഡ് ലൈൻസിലും ആന്റി റാഗിങ് നിയമം 1998 കേരള ആന്റി റാഗിങ് പ്രൊഹിബിഷൻ ആക്ട് പ്രകാരവും നമ്മൾ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും നമ്മൾ മാഡം പറഞ്ഞ വാക്കുകൾ കേട്ടല്ലോ അല്ലെ? നമ്മൾ ആരെയാണ് പേടിക്കുന്നത്? നമ്മൾ ആരെയും പേടിച്ച് ജീവിക്കേണ്ടതില്ല. എന്തായാലും പ്രിയപ്പെട്ട കുട്ടികളുടെ നമ്മുടെ കലാലയത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള റാഗിങ്ങുകൾ നമുക്ക് പൂർണ്ണമായും തുടച്ചു നീക്കണം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ കൃത്യമായി പരാതിപ്പെടുക. നമുക്ക് ന്യൂസ് 3 അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. നാളെ ഈ സമയം പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളും പുതിയ വാർത്തകളുമായി നിങ്ങളിലേക്ക് എത്തും. അതുവരെ ബൈ ബൈ.